കൃഷ്ണ ഗുരുവായൂരപ്പ ഈ വെള്ളമില്ലെങ്കിലേ ചുടുകാലത്ത് എന്താ ഒരു അറിയാം വലിയ വിഷയം. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. വരൂ. മംഗലത്തിനാണ് വരുന്നത്. തിരൂര് മംഗലം. അതെ അതെ, എന്റെ മോന്റെ ഒരു കാര്യത്തിനാണ്. ഇത് മോനാ? മോന. എന്താ കാര്യം? എന്താ? അല്ല പറഞ്ഞോളൂ, ആരായാലും കാര്യം മനസ്സിലായാൽ മതിയല്ലോ. എന്താ വിഷയം? എന്താ? പറയൂ. അവനെ ആകെയുള്ളൊരു മോനാണേ. നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് നേരത്തെ കഴിച്ചു വെച്ചിണ്ടായതാ. ഓ ശരി. പഠിക്കാ MBA. മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ആയിരുന്നില്ല മുൻപ്. അവിടെ ആൾത്തിറക്കലുണ്ടായിരുന്നില്ലേ? ഞാൻ അവിടെ ഇരിക്കുന്ന കാലത്ത് അവിടെ. എന്താ വിഷയം? എന്താ? അപ്പൊ എന്തെന്ന് വെച്ചാലേ, ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല, എന്റെ അച്ഛനും കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകതകളാണല്ലോ. നാട്ടിലെ കുട്ടിയാ. നമ്മളെയൊന്നും കുട്ടിക്കാലത്തെ പോലെയല്ല. ഇപ്പോഴാണെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, പിന്നെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്തോ ഒരു ഗ്രാമോ, 100 ഗ്രാം, ഇൻസ്റ്റാഗ്രാം, അത് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ആയിട്ട് കുട്ടികൾക്ക് അങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഈ അകൽച്ചല്ലോ. തിരുവനന്തപുരത്തുള്ള ആൾക്ക് കാസർഗോഡുള്ള കുട്ടീനെ പ്രണയിക്കാം, കാസർഗോഡുള്ള ആൾക്ക് പിന്നെ ഗൾഫിലുള്ള ആൾക്കാരായിട്ടും പ്രണയത്തിലാവാം, വിദേശികളായിട്ടും ആവാം. ഈ അകലം നഷ്ടപ്പെട്ടു. അടുത്തായി, എല്ലാം വിരലിന്റെ തുമ്പത്താണല്ലോ. അതാവും ഇതൊക്കെ അല്ലേ. എന്നിട്ടിപ്പോ അച്ഛന് ഇഷ്ടല്ല. അല്ല, അച്ഛനൊന്നും കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞു നല്ല കുട്ടിയാണ് എന്നുള്ളത് മനസ്സിലായേ. കുട്ടി വീട്ടിൽ വന്നിരുന്നു, കുട്ടിയെ ഞങ്ങള് കണ്ടു. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാലേ, കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആദ്യം ഒന്ന് അവതരിപ്പിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞു കുട്ടിയോടെ. അപ്പൊ എന്താന്ന് വെച്ചാല്, കുട്ടി വീട്ടിൽ അവതരിപ്പിച്ചപ്പോ കുട്ടിയുടെ അച്ഛന് പറ്റില്ല. പെൺകുട്ടിയുടെ അച്ഛന് ഈ കാര്യത്തിനോട് താല്പര്യമില്ല. ഇയാൾക്ക് എന്താ ജോലി? MBA പഠിക്കുക. പഠിക്കുകയാണ്. പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പോരെ. പിന്നെ ഞങ്ങൾക്ക് അത്രേ വേണ്ടു. ആവശ്യത്തിന് മുതലൊക്കെ ഉണ്ടേ. ഇതിനിപ്പോ നയിക്കാൻ പോണമെന്നൊന്നുമില്ല. അവൻ പറഞ്ഞു അമ്മയ്ക്ക് MBA ചെയ്യണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങളും പറഞ്ഞു. അപ്പൊ പിന്നെ ഇത് ഉറപ്പിച്ചിട്ടിട്ട് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണം കഴിക്കാൻ. അപ്പൊ ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് രക്ഷിതാക്കൾക്കൊന്നും സംസാരിക്കാൻ? ഞങ്ങള് സംസാരിക്കണെങ്കിലേ, അതാന്ന് വെച്ചാൽ ആദ്യം കുട്ടിയെ കൊണ്ടൊന്ന് പറയിച്ചതേ. അപ്പൊ നോക്കുമ്പോ കുട്ടിയുടെ അച്ഛന് തീരെ താല്പര്യമില്ല. കുട്ടിക്കാണെങ്കിൽ അമ്മയില്ല. കുട്ടിക്ക് അമ്മയില്ലേ? ഇല്ല. വലിയൊരു സംഭവമാണ്. അച്ഛൻ സമ്മതിക്കണില്ല. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നടത്തില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, കുട്ടിക്ക് ഇപ്പൊ അമ്മല്ലല്ലോ. അപ്പൊ ഈ അച്ഛനായിരിക്കും കുട്ടീനെ വളർത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛൻ വളർത്തുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അച്ഛൻ സമ്മതിക്കാൻ സാധ്യത ആ ഒരു മോളെ. ഇതൊക്കെയാണ് പ്രശ്നം. പക്ഷെ എന്റെ മോനാണെങ്കിലോ, ആ കുട്ടി എന്നെ മതി എന്നാ പറയണതേ. നല്ല സ്വഭാവം, തറവാട്ടി കേറ്റാൻ പറ്റിയ കുട്ടി. എന്താ പിന്നെ ഇപ്പൊ ചെയ്യാ? എനിക്കറിയില്ല. ആ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത് ഒരു അയാള് നല്ലൊരാളാവൂല്ലോ. അയാൾ എന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ മോനിക്ക് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പനിയാ. രാത്രി സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നു. എന്തൊക്കെ പുകില ഇപ്പൊ വീട്ടില് അറിയോ. എന്തേലും ക്ഷുദ്രകർമ്മം ചെയ്തിട്ടുണ്ടാവും അച്ഛൻ. അത് ഒഴിഞ്ഞു പോവാൻ വേണ്ടിട്ടേ. അയാൾക്ക് ആ ഒരു മോളല്ലേ ഉള്ളൂ. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോട്ടെ എന്ന് കരുതിയിട്ട് അച്ഛൻ. അയാളാണെങ്കിലും ഒരു ക്ഷിപ്രകോപി. മനസ്സ് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട്. കാരണം അയാൾക്ക് അയാളുടെ മോളാണല്ലോ വലുത്. വണ്ടി വന്ന് വീണോ? വീടില്ല, വീഴാൻ പോയി. അപ്പൊ എന്തോ കാര്യമായിട്ട് അവിടുന്ന് ചെയ്തിട്ടുണ്ട്. സ്വാമി ഒന്ന് നോക്കൂ. എന്റെ മോന്റെ നാള് അനിഴം. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് രാശി വെച്ചൊന്ന് കബഡി വെച്ച് വാരി വെച്ച് നോക്കാം. ഇയാളുടെ നാളേതാ? അനിഴം. അനിഴം ഏതാ വർഷം? ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയൂ. 2001. 2001. അപ്പോ ഇപ്പൊ 24 വയസ്സും 1 മാസവും 3 ദിവസമായി അല്ലേ? ഏതാ നാള് പറഞ്ഞപ്പോ? അനിഴം അല്ലേ? അനിഴം. പ്രച്ഛന്നവേഷമല്ലല്ലോ.
പ്രസന്നവദനം. പ്രസന്നവദനം ചിലപ്പോ ഒരു ഓർമ്മ കുറവുണ്ട്. വ്യാഴം 7 കേതു അല്ലേ? ഇതാണിപ്പോ പ്രശ്നം. ഇയാൾക്ക് ഇപ്പൊ ശനിദശയാ, അതും കണ്ടകശനി. കണ്ടകശനി കൊണ്ടേ പോകുന്ന അതിന് താൽക്കാലികമായിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് മുരുകന്റെ അമ്പലത്തില് പോയിട്ട് വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ്. ഷഷ്ടിയിലെ അമ്പലങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ അമ്പലങ്ങളിൽ പോയിട്ട് നടത്തുക, ശത്രുസംഹാര പൂജ നടത്തുക, മുട്ടറക്കുക, ഗണപതി ഹോമം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പോ വേറൊരു വിഷയം ഇതൊന്നുമല്ല. ഇയാൾക്ക് അത് എന്തോ ചെയ്തിട്ടുണ്ട് കാര്യമായിട്ട്. ക്ഷുദ്രകർമ്മം എന്തോ ചെയ്തിട്ടുണ്ട്. അത് നല്ല നിസാരല്ല, പഠിച്ച് നല്ല കഴിവുള്ള ആളുടെ അടുത്ത് പോയിട്ടാ ചെയ്തിട്ടുള്ളതേ. എങ്ങനെയും എന്റെ മോനെ രക്ഷിക്കണം. ഇതിപ്പോ അങ്ങനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസാരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ നിസാരമായിട്ട് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയില്ല. കുറച്ച് പൈസ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസ എത്ര വേണേലും ഞങ്ങള് ചെലവാക്കാം. ഇതിന് മാറി കിട്ടിയാൽ മതി. മാറ്റാൻ പരിഹാരം ഇല്ലാത്ത ഒന്നും ഇല്ലാതാണല്ലോ. പരിഹാരം ഇല്ലാത്തതൊന്നുമില്ല, ഇതിനും പരിഹാരമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനൊരു പൂജ നടത്താം. ആദ്യം പൂജ നടത്തല് 21 ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ അതിന്റെ മുമ്പ് ഇവിടുന്ന് ഒരു ഭസ്മം പൂജിച്ച് തരുന്നുണ്ട്. ഈ ഭസ്മം ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. തൽക്കാലം ആ കുട്ടിയുടെ മനസ്സ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കർമ്മം ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിന് ചെയ്യുന്ന ദിവസം ഞാൻ വിളിച്ചു പറയും. ആ സമയത്ത് അതിന്റെ പൈസ ഒന്നുകിൽ ഇവിടെ കൊടുന്നു തരിക, അതല്ലെങ്കിൽ ഗൂഗിൾ പേയിലോ അക്കൗണ്ടിലോ വിട്ടുക. അപ്പൊ അതിന്റെ പൂജാതി കർമ്മങ്ങൾക്കുള്ള അനുധാരികളും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ഇവിടെ പൂജാകർമ്മം ചെയ്യും. അപ്പോൾ അതിലിടയ്ക്ക് കുട്ടിയുടെ മനസ്സ് മാറില്ല, 2 ദിവസത്തിന്റെ ഉള്ളിൽ ചെയ്യും. അതിന് മുമ്പ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭസ്മം പൂജിച്ചു തരാം. ആ ഭസ്മം പിന്നെ ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ കുട്ടിയുടെ അച്ഛന്റെ ഉദരത്തിലേക്ക് എത്തുന്ന തരത്തിൽ, ഉദരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ, ഉദരം എന്ന് പറഞ്ഞാൽ വയറ്, വയറ്റിലേക്ക് എത്തുന്ന തരത്തില് അത് പിന്നെ എന്തിലെങ്കിലും കലക്കിയിട്ടോ അദ്ദേഹം കഴിക്കുന്ന ചായയിലോ ഭക്ഷണത്തിലോ ഇട്ടിട്ട് ആ ഭസ്മം അയാളുടെ വയറ്റിലേക്ക് എത്തിക്കുക. എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സംഗതി അവിടെ ക്ലോസ് ആയിക്കോളും, പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ടൊരു ഹീനകർമ്മം ചെയ്ത സ്ഥിതിക്ക് മരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളതേ. ക്ഷണനം ആണ്. ക്ഷണനം എന്ന് പറഞ്ഞാൽ വധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതേപോലെ അതേ നാണയത്തിൽ നമുക്കൊന്ന് തിരിച്ചും കൊടുക്കാം. എന്നിട്ടും നടന്നിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പൂജാരിന് നല്ല ചെലവുണ്ട്. 25,000 രൂപ ചെലവുണ്ട്. എത്ര പൈസ ആ പൂജ ചെയ്യാം. ഇപ്പൊ തൽക്കാലം ആദ്യം നമുക്ക് ഭസ്മപ്രയോഗം നടത്തി നോക്കുക. അതിനുശേഷം കുട്ടിയുടെ മനസ്സ് തീരെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി അവളോ അല്ല, അതിന് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടുന്ന് പോയാൽ തന്നെ ഞാൻ അതിനുള്ള പൂജ നടത്തിക്കോളാം. നിങ്ങൾ അത് എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി അതിന്റെ പൈസ ചെലവ്. പക്ഷെ നിങ്ങളത് പോയിട്ട് ഈ ഭസ്മം കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് അച്ഛന്റെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് ആണെന്ന് പറഞ്ഞാൽ മതി. മനസ്സ് മാറില്ല, ചിലപ്പോ ആളെ അടിച്ചു പോകും. അതെല്ലേ? ആ പോവാണെങ്കിൽ പോയിക്കോട്ടെ, ഇങ്ങോട്ട് ചെയ്തതല്ലേ. ഇങ്ങോട്ടൊരു ദോഷകർമ്മം ചെയ്തിട്ടുണ്ട് വെച്ചാൽ അഥർവ വേദപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഇങ്ങോട്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് ഒരു ക്ഷുദ്രകർമ്മം ചെയ്യുക. സാധാരണ ക്ഷുദ്രകർമ്മം ചെയ്യാൻ ഞാൻ കൂട്ടു നിൽക്കലില്ല. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഇത്രയും നല്ല സുന്ദരനായിട്ടുള്ള ഒരു പവന്നുറുക്ക് പോലത്തെ ഒരു ആൺകുട്ടിയുടെ നേരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികളാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും പ്രേമിക്കുകയും ഒക്കെ ചെയ്യും. അതിപ്പോ കാലത്തെ അതെ. അപ്പൊ പക്ഷെ അതിന്റെ പേരിൽ അത് മനസ്സ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തിരക്കിട്ടില്ല. ഇതിപ്പോ വധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടാ. അപ്പൊ ഞാൻ ഭസ്മം പൂജിച്ചു തരാൻ മോനെ. അത് ചെയ്തിട്ട് അത് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. പറഞ്ഞ മനസ്സിലായല്ലോ? കുട്ടിയുടെ അച്ഛന്റെ ഉദരത്തിലേക്ക് എത്തുന്ന തരത്തില് അത് ഭക്ഷണത്തിലോ പാനീയങ്ങളിലോ കലക്കിയിട്ട് കൊടുക്കാൻ പറയുക. ബാക്കി അപ്പൊ ഞാൻ ആ ഭസ്മം പൂജിച്ചു തരാം. അതിനുശേഷം ഞാൻ വേറൊരു കാര്യം പറയാം.
കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചോളൂ കേട്ടോ. യമധർമ്മനെ മനസ്സിൽ ധ്യാനിക്കുക നന്നായിട്ട്. പോത്തിനി യമന്റെ വാഹനമാണ് പോത്ത്. ഗുരുഹരവാസിയും ഇതിന് കൈമാറരുത്. ആരുടെ കയ്യിലാണോ ഞാൻ തരുന്നത് ഇത് കൈമാറാതെ കയ്യിൽ വെച്ചു കേട്ടാ. ഇനി എഴുന്നേറ്റ് നിന്നോളൂ. ഞാൻ ഒരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാതെ പോവുക. എന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കരുത് കേട്ടാ. പൈസ എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവിടെ വെച്ചോളൂ. അത് പോക്കറ്റിന് കയ്യിൽ പോക്കറ്റ് പേഴ്സ് അവിടെ അത് ഇവിടെ ഇരുന്നോട്ടെ കേട്ടാ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം കുടിക്കട്ടെ. ഭയങ്കര ചൂടാണ്. അപ്പൊ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കുക, തിരിഞ്ഞു നോക്കാതെ പോവുക കേട്ടാ. ഈ ഭസ്മം കൈമാറരുത്. ഇത് ഇനി നീ നിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യരുത്. അത് ആ കുട്ടിയുടെ കയ്യിലേ നീ കൊടുക്കാവൂ. ശരി, നീറ്റോളൂ. ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടാ. കാര്യം കണ്ണ് തുറന്ന് അങ്ങോട്ട് നോക്കിയിട്ട് നടന്നോളൂ കേട്ടാ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. എന്താ ചൂട്, സഹിക്കില്ല.